നിർമ്മാണത്തിലെ പുതിയ വഴിത്തിരിവും പ്രേക്ഷകരുടെ ആകാംക്ഷയും മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. 2019 പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ത്രില്ലർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് നൽകുന്നത്. പൃഥ്വിരാജിന്റെ കന്നി സംവിധാന സംരംഭം ഗംഭീര വിജയം നേടിയതോടെ രണ്ടാം വരവിനായുള്ള കാത്തിരിപ്പ് സ്വാഭാവികമായിരുന്നു. മുരളി ഗോപിയുടെ ശക്തമായ തിരക്കഥയും ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണവും ലൂസിഫറിനെ ഒരു മികച്ച സിനിമ അനുഭവമാക്കി മാറ്റി. സുജിത് വാസുദേവിന്റെ മനോഹരമായ ദൃശ്യങ്ങളും ചിത്രത്തിന്റെ മാറ്റുകൂട്ടി. മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനും ഖുറൈശി അബ്രഹാം എന്ന അധോലോക നായകനുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളാണ്. എമ്പുരാൻ എന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും തമിഴിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നായിരുന്നു. എന്തിരൻ 2.0, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ വലിയ പാൻ ഇന്ത്യൻ സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളികളായ ലൈക്കയുടെ സാന്നിധ്യം എമ്പുരാന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇത് സിനിമാ ലോകത്തും പ്രേക്ഷകർക്കിടയിലും ഒരുപോലെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്ന സാഹചര്യത്തിൽ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ലൈക്കയുടെ ഓഹരി ഏറ്റെടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഈ നിർമ്മാണ മാറ്റം സിനിമയുടെ റിലീസ് തീയതിയെ ബാധിക്കില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ മാർച്ച് 27 തന്നെ എമ്പുരാൻ തിയേറ്ററുകളിലെത്തുമെന്നുള്ള വാർത്തകൾ പ്രേക്ഷകർക്ക് ഒരാശ്വാസമാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതെന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ചില സൂചനകൾ അനുസരിച്ച് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെതായി പുറത്തുവരാനിരിക്കുന്ന വിടാമുയർച്ചി, വേട്ടയാൻ, ഇന്ത്യൻ 2 എന്നീ സിനിമകളുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം ഈ പിന്മാറ്റത്തിന് കാരണം. വലിയ മുതൽ മുടക്കുള്ള സിനിമകൾ ഒരേ സമയം ഏറ്റെടുക്കുന്നത് കമ്പനിക്ക് സാമ്പത്തിക സമ്മർദ്ദം നൽകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതിൻ്റെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. ശ്രീ ഗോകുലം മൂവീസ് എമ്പുരാന്റെ നിർമ്മാണ പങ്കാളിയാകുന്നത് മലയാള സിനിമയ്ക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല. ഗോകുലം ഗോപാലൻ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാണ്. അവരുടെ അനുഭവ സമ്പത്തും സാമ്പത്തിക ശേഷിയും എമ്പുരാന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് വിശ്വസിക്കാം. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ ഒട്ടും കുറയുന്നില്ല. മോഹൻലാലിന്റെ ഖുറൈശി അബ്രഹാം എന്ന കഥാപാത്രത്തെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്ന വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. പൃഥ്വിരാജിന്റെ സംവിധാന മികവും മുരളി ഗോപിയുടെ തിരക്കഥയും ചേരുമ്പോൾ എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. നിർമ്മാണ പങ്കാളികളിൽ വന്ന ഈ മാറ്റം സിനിമയുടെ ക്വാളിറ്റിയെയോ റിലീസിനെയോ ബാധിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മാർച്ച് 27 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ സിനിമാ പ്രേമിയും. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഉറ്റുനോക്കുകയാണ് എല്ലാവരും.